ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കള്ളനാണയങ്ങൾ വെളിപ്പെടും. വെളിപ്പെട്ടേ മതിയാവൂ. എത്ര ഉന്നതനാണേലും അവൻ വെളിപ്പെട്ടേ മതിയാവൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഇവർക്ക് പുരോഗതി ഉണ്ടാവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിൽ എന്ന പോലെ അവരുടെയും ബുദ്ധിശൂന്യത എല്ലാവർക്കും വെളിവാകും. ബുദ്ധിശൂന്യത എല്ലാവർക്കും വെളിവാകും എന്ന് പറഞ്ഞാൽ ഇവരുടെ നാക്ക് തന്നെ ഇവരുടെ നാശത്തിന് കാരണമാകും. ദൈവം അതങ്ങനെ ആക്കും എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യവേദ പുസ്തകം പറയുന്നത് ഇവരധികം മുഴുക്കുകയല്ലെന്നാണ് പറയുന്നത്. അതാ കറക്റ്റ് പ്രയോഗമെന്ന് എനിക്ക് തോന്നുന്നത്. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അതായത് എല്ലാവരെയും എല്ലാ കാലത്തും കളിപ്പിക്കാനൊന്നും പറ്റിയല്ല. ചിലരെ ചില കാലത്തൊക്കെ കളിപ്പിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തൊന്നും കളിപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കുറേ കുരവത്തൊഴിലാളികളെ കളിപ്പിച്ചെന്നും പറഞ്ഞ് എല്ലാ കാലത്തും എല്ലാവരെയും കളിപ്പിക്കാനൊന്നും പറ്റിയല്ല. അത് പിടിവീഴും. അത് പിടിവീണു എന്നുള്ളതാണ് നമ്മളിപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദാ ഇസ്കരിയോത്ത എന്ന 12-ാമൻ കള്ളനായിരുന്നു. സാത്താനായിരുന്നെന്നും കള്ളനായിരുന്നു എന്നൊക്കെ ബൈബിൾ പറയുന്നു. അവൻ യേശുവിൻ്റെ കണക്കനായിരുന്നു, അക്കൗണ്ടൻ്റായിരുന്നു. അവൻ്റെ സ്വന്തം ആവശ്യത്തിന് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാറുമുണ്ടായിരുന്നു, കുറച്ച് വകുപ്പും ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഇവൻ വെളിപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ഒരു സമയം വരെ യേശുവിൻ്റെ കൂടെ നടന്നു, പക്ഷേ സമയത്ത് അവൻ വെളിപ്പെട്ടു. യോഹന്നാൻ 13:27 ഇങ്ങനെ പറയുന്നു, അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. ഇത് നമ്മൾ അതിൻ്റെ പുറകോട്ടുള്ള 2-3 വാക്യങ്ങളോടെ വായിച്ചു നോക്കിയാൽ അതിന് യേശു ഉത്തരം പറഞ്ഞു, ഈ അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. പിന്നെ അദ്ദേഹം അപ്പം മുക്കി ശിമോൻ്റെ മകനായ യൂദാ ഇസ്കരിയാത്തോന് കൊടുത്തു. അപ്പം വാങ്ങി ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. അതായത് യേശു അപ്പസ്തോലന്മാർക്ക് തിരുവത്താഴ സമയത്ത് ആദ്യം അപ്പം കൊടുത്തു. ഈ തിരുവത്താഴം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അല്ല, തിരുവത്താഴത്തിനോടൊപ്പമാണ് കാര്യങ്ങളെന്ന് പറയുന്നതെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർക്ക്, കള്ളനല്ലാത്ത ശിഷ്യന്മാർക്ക് യേശു എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആദ്യമേ അപ്പം കൊടുത്തു. ഞുറുക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അതിനുശേഷം അത്താഴത്തിന് ശേഷമാണ് അവൻ പാനപാത്രം എടുത്തിട്ട് ഇത് നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എന്നാൽ യൂദായ്ക്ക് മാത്രം ഈ വീഞ്ഞിനകത്ത് ആദ്യമേ അപ്പം മുക്കി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എഴുതിയേക്കുന്നത്, അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. നിങ്ങൾ ബുദ്ധിയുണ്ടോ ചിന്തിച്ചോ? അപ്പം വീഞ്ഞിനകത്ത് മുക്കി കൊടുക്കുന്നത് ആരാന്ന് ചിന്തിച്ചേ. അപ്പം വീഞ്ഞിനകത്ത് മുക്കി കൊടുത്താൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, അത് സ്വീകരിച്ച ഉടനെ തന്നെ സാത്താൻ അകത്ത് കയറിയെന്ന്. അങ്ങനെ അപ്പം വീഞ്ഞിനകത്ത് മുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഒത്തിരി സ്ഥലത്ത് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അതാ നേതാക്കന്മാർക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, അവർക്കറിയാം അങ്ങനെയാണേലേ ഇവരിതിനകത്ത് കിടക്കുകയുള്ളൂ. ദൈവമേ, ബുദ്ധി ആളുകളുടെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരുടെ. ഒരു വചനം എടുത്തു വെച്ച് നോക്കട്ടെ. അപ്പോൾ അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. യേശു അയാളോട് പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. സാത്താൻ കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തോണം എന്നാണ് പറയുന്നത്. അവൻ പോയി ചെയ്യാനുള്ളത് ചെയ്തു, ദൈവ പദ്ധതി നടന്നു. അവൻ പോയി ചെയ്യാനുള്ളത് ചെയ്തു, ദൈവ പദ്ധതി നടന്നു. യൂദായ്ക്ക് എന്നാ സംഭവിച്ചെന്ന് മത്തായി 27:5 പറയുന്നത്, യൂദ പണം ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ ശേഷം പോയി തൂങ്ങി മരിച്ചു എന്നാണ് NIV എഴുതിയേക്കുന്നത്. എന്നാൽ സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് പണം വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തെന്നാണ്. കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് എഴുതി വച്ചിരിക്കുന്നു. കെട്ടിഞ്ഞാന്ന് ചത്തു. കേരളത്തിലെ ഇന്നത്തെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു പറഞ്ഞതോ അപ്പസ്തോലന്മാർ പറഞ്ഞതോ ചെയ്തതോ പ്രസംഗിച്ചതോ ഒന്നുമല്ല ഇന്നത്തെ പ്രസംഗ വിഷയങ്ങൾ. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിൻ.
ദൈവരാജ്യം സമീപിച്ചെന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തന്നു, നിങ്ങളത് സൗജന്യമായി കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സൗജന്യമായി തന്നത് സൗജന്യമായി കൊടുക്കുവിൻ. ഇപ്പോഴത്തെ ഇത് തന്നെ പറയുന്നത്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം, സുപ്രസിദ്ധ രോഗശാന്തി ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നു, ഭൂതശാന്തി ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നു. ഇതെല്ലാമാണ് പറയുന്നത്. ഇതിനൊക്കെ ഫീസും വെച്ചിരിക്കുക. ഏറു നേർച്ച, ഊര് നേർച്ച, മതങ്ങളിൽ പുഴുക്ക് നേർച്ച എന്ന് പറഞ്ഞ പോലെ എവിടെ ഇപ്പോൾ ഊര് നേർച്ച. ആഭരണം ഊരുന്ന കാര്യമാണ് പറഞ്ഞ കേട്ടോ. ഏറു നേർച്ച, വണ്ടിക്കൂലിക്കുള്ളത് മാത്രം പോക്കറ്റിൽ വെച്ചിട്ട് ബാക്കി എറിഞ്ഞേക്ക്. ഇതെല്ലാം കാലാന്തരത്തിൽ മതമായി മാറും. ഇന്നത്തെ പ്രസംഗ വിഷയങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ. ദേശീയ പതാകയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അതിൻ്റെ നടുക്കത്തെ നമ്മൾ ഒരു വെള്ള കളർ കണ്ടപ്പോൾ അവൻ്റെ ഇളകിപ്പോയി. അടുത്തത് കൊറോണ വൈറസിനെ ദഹിപ്പിച്ച് കളയുന്നു. ദഹിപ്പിച്ച കൊറോണ നാട് മുഴുവൻ തീർത്ത് കളഞ്ഞു. ശബ്ദം റെക്കോർഡ് ചെയ്യുന്നു, വിസ അടിക്കുന്നു, സ്കാനിങ് ഇല്ലാതെ മുഴ കണ്ടുപിടിക്കുന്നു. അവിടെ ഒരു സഹോദരി ആ 2 കൈകളുടെ ഇടയ്ക്ക് അവിടെ ആ ഭാഗത്ത് ഇവിടെ ഒരു മുഴ ഞാൻ കാണുന്നു. എന്നൊക്കെ കളികളാണ്. പിന്നെ സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാർ വ്യഭിചരിക്കുന്നു. പിന്നെ എന്നാ പോക്കറ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ചുമ്മാ മൂപ്പിക്കുന്ന പെണ്ണുങ്ങളിരുന്ന് കുരവിടുന്നു, തള്ളിപ്പറഞ്ഞ മതം തിരികെ സ്വീകരിക്കുന്നു, പട്ടം സ്വീകരിക്കാൻ ഓടുന്നു. ഈയിടെ ഒരു ദേവാസം പറയാം, സാരിക്കകത്ത് കൈയിട്ട് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു, ചുരിദാറിനകത്ത് കൈയിട്ട് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു. ഇത് എങ്ങോട്ടായി? ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ എല്ലാം ലക്ഷ്യങ്ങൾ തെറ്റി. തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം താഴെ നടന്നോളും. സാരിക്കകത്ത് കൈയിട്ട് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. അതിന് സാരിക്കകത്ത് കൈയിടിക്കാൻ വേണ്ടി കുറേ പെണ്ണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. ചോദിക്കാൻ വീട്ടിലൊരുത്തനും ഇല്ലല്ലോ. ഇവനെ എല്ലാം അമുക്കി ഇട്ടിരിക്കുകയല്ലേ. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ ലക്ഷ്യം തെറ്റി. അപ്പത്തനും പിന്നെ മെഗാ വേണമെന്നായി. വലിയ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മെഗാ വേണം. ഉദ്ദേശിക്കുന്ന പോലെ കാണിക്കണമെങ്കിൽ ആഫ്രിക്കക്കാരൻ്റെ കൈവെപ്പും വേണം, പിന്നെ പകർച്ച വേണം, ഇമ്പാർട്ടേഷൻ വേണം. പിന്നെ ഇവനെല്ലാം ഓടുക ആഫ്രിക്കയ്ക്ക്. കേരളത്തിലെ അറിയപ്പെടുന്ന ഈ ന്യൂജനിൽ ഈ ദുരുപദേശകന്മാരെ ഒക്കെ തന്നെ ആഫ്രിക്കക്കാരൻ്റെ കീഴെ കൊണ്ട് തലവച്ചവന്മാരാണ്. അത് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ മതി. ഇല്ലേ പഴയൊക്കെ വീഡിയോ പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ട്, തപ്പി നോക്കിയാൽ മതി. ഈ അവന്മാരുടെ കൈവപ്പ് കിട്ടിയവരുടെ എല്ലാം ബുദ്ധിശൂന്യത ദൈവം എല്ലാവർക്കും വെളിപ്പെടുത്തുന്നതിന് ദൈവത്തിന് സ്തോത്രം. ഇതിനകത്തൊരു പ്രത്യാശ എന്നാന്ന് ചോദിച്ചാൽ റോമാലേഖനത്തിൽ നിന്നൊരു വാക്യമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ തന്നെ ഇക്കാലത്തും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രത്യാശയുള്ളത്. ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഇക്കാലത്തും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. ശേഷിപ്പുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എലീശയോട് പറഞ്ഞത്, എന്നാൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത അധരങ്ങളുമുള്ള 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ഏലിയാവിനോട് പറഞ്ഞു. 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമക്കളെ, കേരളത്തിലും ഇങ്ങനെ ഒരു ചെറിയ സമൂഹത്തിനെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കള്ളന്മാരുടെ വലയ്ക്കകത്ത് വീഴാതെ, ഇവന്മാരുടെ ഗുഹയ്ക്കകത്ത് പെടാതെ, ഇവന്മാരുടെ അംഗങ്ങൾ കാണുന്നത് അറിയാത്ത ഒരു 7000 പേര്. അതിൽ പകുതി സഹോദരിമാരും ഉണ്ടാവാം. അതുങ്ങൾ അവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് വിഷമിച്ചും പ്രയാസപ്പെട്ടും സങ്കടപ്പെട്ടും ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്നതിൽ പ്രയാസപ്പെട്ടും ഒക്കെ യോഗ്യരായ സഹോദരന്മാരുണ്ട്. ഞാൻ ഈ കള്ളന്മാരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, കള്ളികളെക്കുറിച്ചാണ് പറയുന്നത്, കൊരവ തൊഴിലാളികളെക്കുറിച്ചാണ് പറയുന്നത്, കള്ള നാണയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ കള്ള നാണയങ്ങൾ വെളിപ്പെട്ടേ മതിയാവൂ. യഥാർത്ഥ ദൈവമക്കൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ദൂഷ്യം ഉണ്ടാവില്ല. ദൈവം മൂടി വെക്കുന്ന ദൈവമല്ല, ഉള്ളതുപോലെ പറയുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന യഥാർത്ഥ ദൈവമക്കൾ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന സഹോദരന്മാർ, നിങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കണം ഇവന്മാർ പിടിക്കപ്പെടാൻ. ദൈവത്തോട് നിലവിളിക്കണം ഇവന്മാർ പിടിക്കപ്പെടാൻ. ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഇവന്മാർ പിടിക്കപ്പെടാൻ. സകല നാട്ടിലുമുള്ള സകല കള്ളന്മാരും പിടിക്കണം. യഥാർത്ഥത്തിൽ ദൈവം ശുശ്രൂഷ വെച്ചിട്ടുള്ളവനല്ലാത്ത ഒരുത്തനും നിലനിൽക്കരുത്. എല്ലാവരും പിടിക്കപ്പെടണം. ജയിലിൽ പോകേണ്ടവൻ ജയിലിൽ പോകണം, അടി കൊള്ളേണ്ടവൻ അടി കൊള്ളണം, കപ്പയിടാൻ നിർത്തി പോകേണ്ടവൻ പോകണം.
ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നാട് നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ. പ്രവാസത്തിൽ പോയ കുഞ്ഞുങ്ങൾ തിരികെ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കട്ടെ. നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട് സമ്പന്നവും ഐശ്വര്യവുമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ദേശത്തെ ക്ഷാമങ്ങൾക്ക് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു, അവരുടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ശരിയല്ലാത്തത് ചെയ്തപ്പോൾ ദേശം പ്രവാസത്തിലേക്ക് പോയി എന്ന്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ആത്മിക നേതൃത്വങ്ങൾ വഴിപിഴച്ചപ്പോൾ എല്ലാം കർത്താവെ വഴിപിഴച്ച് നശിച്ചപ്പോൾ ജനത്തിൻ്റെ ഭൗതിക ജീവിതവും തകർന്നു പോയത് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവെ, ജനം സത്യം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് യോഗ്യമായി നിൽക്കുവാൻ ദൈവം സഹായിക്കണം, കൃപയാ നടത്തണം. എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. കർത്താവെ, ജനങ്ങളുടെ ഉള്ളിലേക്ക് വെളിച്ചം കൊടുക്കുന്നതിന് നന്ദി. അനേകർ പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുന്നതിനും ദൈവം അവർക്കായി പ്രവർത്തിക്കുന്നതിനുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.